സ്റ്റാർലൈനർ പേടകത്തിൻ്റെ തകരാറിനെ തുടർന്ന് ബഹിരാകാശ നിലയത്തിൽ കുടുങ്ങിയ സുനിത വില്യംസിൻ്റെ മടക്കം ഇനിയും വളരെ വൈകും എന്നുള്ള വാർത്ത അമേരിക്കയിൽ നിന്ന് മധു കൊട്ടാരക്കർ റിപ്പോർട്ട് ചെയ്യുന്നു. തിരിച്ചുള്ള യാത്ര 8 മാസം വരെ നീണ്ടുപോയേക്കാമെന്നാണ് സൂചന. നാസയിൽ നിന്നാണ് ഈ വിവരം ലഭിച്ചതെന്നാണ് മധുവിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നത്. അമേരിക്കയിൽ നിന്ന് മധു കൊട്ടാരക്കര തത്സമയം ചേരുകയാണ്. മധു, ഈ സ്വാതന്ത്ര്യദിനത്തിൽ വരുന്ന വളരെ ഒരു വാർത്തയാണ്. ഈ 8 മാസം അവിടെ കഴിയാനുള്ള സാഹചര്യം, ഭക്ഷണം, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ എന്തൊക്കെയാണ് നാസ പറയുന്ന കാര്യങ്ങൾ? അങ്ങനെ പിടിച്ചു നിൽക്കാനാകുമോ ഒരാൾക്ക്? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് SKN. ആദ്യം തന്നെ സ്വാതന്ത്ര്യദിന ആശംസകൾ. ഇനി വാർത്തയിലേക്ക് വരികയാണെങ്കിൽ, ജൂൺ 5-ന് വെറും 8 ദിവസത്തെ ബഹിരാകാശ ദൗത്യവുമായി എത്തിയ സുനിത വില്യംസിന്റെയും ബുച്ച് വിൽമോറിന്റെയും ഭൂമിയിലേക്കുള്ള മടങ്ങിവരവ് നീണ്ടു പോകുകയാണ്. ഒരുപക്ഷെ 8 മാസം വരെ SKN സൂചിപ്പിച്ചതുപോലെ നീണ്ടു പോയേക്കാമെന്നാണ് ഇന്ന് മാധ്യമങ്ങളോട് സംസാരിക്കവേ നാസ പറയുന്നത്. കൃത്യമായ ഒരു ഉത്തരം നൽകാനാകാതെ ശരിക്കും ഇരുട്ടിൽ തപ്പുകയാണ് നാസ കഴിഞ്ഞ കുറെ ദിവസങ്ങളായി. ഇന്നും അതുപോലെ തന്നെയായിരുന്നു. ഒരുപക്ഷെ അടുത്ത ആഴ്ചയോടെ ഒരു വ്യക്തമായ ഒരു തീരുമാനത്തിൽ എത്താം എന്നുള്ളൊരു പ്രതീക്ഷയാണ് ഇന്നത്തെ ഈ മാധ്യമങ്ങളോട് സംസാരിക്കവേ നാസ വെച്ച് പുലർത്തിയിരിക്കുന്നത്. ബോയിങ് സ്റ്റാർലൈനറിന്റെ ഹീലിയം വാതക ചോർച്ച പരിഹരിച്ച് സ്റ്റാർലൈനറിൽ തന്നെ ഇരുവരെയും ഭൂമിയിൽ എത്തിക്കാനായിരിക്കും നാസയുടെ ആദ്യ ശ്രമം. മനുഷ്യരുമായി ഈ ബഹിരാകാശത്തേക്ക് ഈ ബോയിങ് നടത്തിയ ആദ്യ പരീക്ഷണ പറക്കലായിരുന്നു ഇത്. മറ്റൊരു മാർഗം നാസയുടെ മുമ്പിലുള്ളത് ബോയിങ്ങിന്റെ കോമ്പറ്റീറ്ററായ സ്പേസ് എക്സിന്റെ പേടകത്തിൽ ഇവരെ തിരികെ എത്തിക്കുക എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ സുനിതയ്ക്കും ഈ വിൽമോറിനും ഇനിയും 8 മാസം കൂടി ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ കഴിയേണ്ടി വരും. SKN, അവിടെ പ്രത്യേകിച്ച് നമുക്ക് അങ്ങനെ അവർക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. എല്ലാ സൗകര്യങ്ങളും ഉള്ളതാണ് ഈ സ്പേസ് സ്റ്റേഷൻ സെന്റർ. അപ്രതീക്ഷിതമായി ഉണ്ടായ ഈ പ്രതിസന്ധിയും സാഹചര്യങ്ങളെയും ഒക്കെ ഇരുവരും നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുന്നുണ്ടെന്നാണ് നാസയുടെ ചീഫ് ആസ്ട്രോനോട്ട് ജോ അക്കോബ ഇന്ന് പറഞ്ഞത്. വളരെ പ്രൊഫഷണൽ ബഹിരാകാശ സഞ്ചാരികളാണ് ഇവർ. അതുകൊണ്ട് തന്നെ ഇങ്ങനെയൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഓരോ ബഹിരാകാശ സഞ്ചാരികളും ഈ യാത്രയ്ക്ക് ഒരുങ്ങുന്നതെന്നും അദ്ദേഹം പറയുകയുണ്ടായി. സ്വകാര്യ ബഹിരാകാശ രംഗത്ത് പരസ്പരം മത്സരിക്കുന്ന 2 കമ്പനികളാണ് SKN, ഈ ബോയിങ്ങും സ്പേസ് എക്സും. അത് ഇവിടുത്തെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ സ്പേസ് എക്സിൽ സഞ്ചരിക്കണമെങ്കിൽ അവരുടെ സ്യൂട്ട് ഇടണമെന്നുള്ള ഒരു നിർബന്ധമുണ്ട്. അങ്ങനെ ഭൂമിയിലേക്ക് മടങ്ങുവാൻ സ്പേസ് എക്സിൽ കയറുവാൻ ഇവർ ബോയിങ്ങിന്റെ ഉടുപ്പൂരുകയാണെങ്കിൽ, നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ബഹിരാകാശ ബിസിനസ്സിൽ ബോയിങ്ങിന്റെ അടപ്പൂരുന്ന ഒരു കാഴ്ചയായിരിക്കും അത്. SKN. ഓക്കെ, താങ്ക് യു. മധു കൊട്ടാരക്കരയാണ് വിവരങ്ങൾ നൽകിയത്. സുനിത വില്യംസ് ഏതാണ്ട് 8 മാസത്തോളം ചിലപ്പോൾ ബഹിരാകാശത്ത് കഴിയേണ്ടി വരും. കൂടെ ഒരു സഹയാത്രികനുമുണ്ട്. അപ്പോൾ നാസയാണ് ഈ വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത്. ഒരുപക്ഷെ വളരെ വളരെ ഉത്കണ്ഠയുണ്ടാക്കുന്ന ഒരു വെളിപ്പെടുത്തൽ തന്നെയാണ്. എല്ലാ സൗകര്യങ്ങളും ഈ ബഹിരാകാശ സ്റ്റേഷനിലുണ്ട് എങ്കിൽ പോലും ഇത്രയധികം കാലം അവിടെ കഴിയുക എന്ന് പറഞ്ഞാൽ അതൊരു പ്രശ്നം തന്നെയായിരിക്കും.